ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഷവർമ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നല്ല ടേസ്റ്റുമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള എനിക്ക് അറിഞ്ഞിട്ടുള്ള ടിപ്പൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാമല്ലേ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ക്യാബേജ് എല്ലാം ഓരോ കപ്പ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സവാള, പിന്നെ വേവിച്ചെടുത്ത ചിക്കന് എല്ലാം ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, 1 ടീസ്പൂണ് ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് വഴറ്റുന്ന പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് വേവിച്ച പൊട്ടാറ്റോ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്ത ശേഷം നല്ലോണം വെള്ളം വാർന്നിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഞാനിവിടെ കുറച്ച് വലിയ സൈസുള്ള 4 പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ചെറിയ പൊട്ടാറ്റോ ആണെങ്കിൽ 5 എണ്ണം എടുക്കുക കേട്ടോ. നമ്മളിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഓവർ ബ്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നോർമലി ചെയ്യുന്ന പോലെ സാധാ ബോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. നമ്മളിങ്ങനെ ബോൾസാക്കി എടുക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഷേപ്പാക്കി കൊടുത്താൽ മതി. പിന്നെ ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്യാത്തവരൊക്കെ. അപ്പോൾ ഞാനെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലൂസായിട്ടുള്ള മയോനൈസാണ്. നമ്മളെപ്പോഴും ചെയ്യുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. മയോനൈസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുണ്ടാക്കി വെച്ച ഈ ഒരു ബോൾസ് മയോനൈസിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. മുട്ടയ്ക്ക് പകരം മയോനൈസിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. നല്ലോണം ഒന്ന് അമർത്തിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ എണ്ണയിലോട്ട് വീഴും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ എല്ലാ ഇതും ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത്രയും അളവിലുള്ള ഈ ഒരു കട്ട്ലറ്റിന് ഒരു ഓൾമോസ്റ്റ് 2-3 മുട്ടയുടെ മയോനൈസ് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോൾ നനഞ്ഞ കൈ കൊണ്ട് തൊടാതിരിക്കുക. നനഞ്ഞ കൈ കൊണ്ട് തൊടുമ്പോൾ ഫുള്ള് ആ ഒരു ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് നനഞ്ഞിട്ട് നമുക്കത് പിന്നെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഒരു 4 എണ്ണമൊക്കെ ഇട്ട് വെക്കുക. എന്നിട്ട് കൈയൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ആക്കി കൊടുത്ത ശേഷം ഇട്ടപ്പാടെ അങ്ങനെ മൂവ് ചെയ്യേണ്ട. അടിഭാഗമൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇട്ടപ്പാടെ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ഓക്കെ, ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കുറേ ഒന്നിച്ചിടാതിരിക്കുക. പിന്നെ ഫ്രൈ പാനിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ആ എണ്ണയൊക്കെ കണ്ടില്ല, ഒട്ടും കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്